അപ്പൊ നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ ഡയറി മിൽക്കും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. ഇന്ന് പ്രേമിക്കാനായിട്ട് നടക്കുന്ന ഒരാൾക്കും ഡയറി മിൽക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. എന്താല്ലേ പ്രായമായി തന്തോയി പോയി. അപ്പോ പേടിക്കേണ്ട, ആർക്കും കിട്ടൂല, ഒക്കെ ഞാൻ വാങ്ങിച്ചു. അപ്പൊ തന്റെ നിന്റെ രണ്ടിനെയും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങളെവിടൊന്നും കണ്ടിട്ടില്ലല്ലോ. നീ എന്നെ കാണാത്ത എന്റെ കുഴപ്പോ? ഇവിടുത്തെ തറവാടുകളൊക്കെ ഉള്ള താനേ തറവാട്ടി ഉള്ളത് വഴിയോരം തട്ടുകടയാ. ഒന്നുമില്ല എന്റെ അനിയല്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്കാ. എനിക്ക് അടുത്ത മിസ്റ്റർ കോഴിക്കോട് ആവാനുള്ളത്. മോനെ ജട്ടിയിട്ട് കോഴിക്കോട് പോയിരുന്ന മിസ്റ്റർ കോഴിക്കോട് ആവൂല. എന്താ തിന്നണേ? കൂട്ടാനെന്താ? കൂട്ടാനെന്താ? കാൽക്കുലേറ്റർ. പറ്റിപ്പോയി. 25 കൊല്ലം മുമ്പ് ആലോചിക്കണമായിരുന്നു. എന്തോ വെച്ചാ പഠിക്കാൻ പറ്റുന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. ബീച്ചിലും പാർക്കിലും പോരുന്ന സമയം കളഞ്ഞു. അത് നിന്റെ തെറ്റല്ലേ? ഐ വാണ്ട് ടു നോ യുവർ ഫ്യൂച്ചർ കൾച്ചറൽ പ്രോഗ്രാംസ്. ഭാവി കലാപരിപാടികൾ. പിന്നെ നീ തൂങ്ങി നിന്നാടൂ. ഇൻഹേൽ 1 2 3 4. എവിടെയോ മീൻ പൊരിക്കുന്നത് നല്ല മണം. യോഗയിൽ 84 ആസനങ്ങളാണുള്ളത്. നവാസിന് അറിയാവുന്ന 2 ആസനങ്ങൾ പറയൂ. അൽഫാംസനം. ഡയറ്റ് റൊട്ടി ഒന്നും ശരിയാവുന്നില്ല. അയ്യോ എന്തോ പറ്റി? സാറ് പറഞ്ഞ ചിക്കനും കിഴങ്ങൊന്നും കഴിച്ചിട്ട് എന്റെ വണ്ണം ഒന്നും പറയുന്നില്ല. നീ എങ്ങനെ കഴിച്ചത്? ഞാൻ KFC പോയിട്ട് ഫ്രൈഡ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചു. കാര്യമായി സാറ് ബസുമതി റൈസ് കഴിക്കാൻ പറയാൻ. ഇല്ലേ ഡെയിലി മന്തി വാങ്ങിച്ചു റാങ്ക് ഒരു വരുന്നതിന് വേറൊരു കാര്യം കുറച്ചാ മതി. കപ്പലണ്ട് തീറ്റി. ഞാൻ വിചാരിച്ചു വേറെ കാര്യം. കാണാനില്ലല്ലേ നിങ്ങള്? കണ്ണൂറേടാ. മണ്ണിലേക്ക് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുക. ഇനി മണ്ണിലെ പിടിക്കാൻ. കൃഷി അല്ല എന്ത് കൃഷി? ഈ റോസാപ്പിൾ ഈ കാശ്മീരിലൊക്കെ കിട്ടും. ഇതിവിടെ കിട്ടും. തർജിമ ചെയ്യേ. ചാമ്പയ്ക്ക ഉപ്പിൽ വിൽക്കപ്പെടും. അങ്ങനെ ഈ സ്വപ്നവും പോയി. വന്നല്ലോ സ്വപ്നം. ഭൂതത്തിനോട് ഭാവി ചോദിക്കുന്നില്ല, എങ്ങോട്ടാ? ഒരു 1,50,000 കൈവച്ച ബൈങ് ആൻഡ് ഐഫോൺ. എന്തിന്? ഡാഡ്സ് ഗിഫ്റ്റ് നമ്പർ സ്റ്റോറി ടൈം ചെയ്യും. അയ്യോ ഒന്നുമില്ല. 3 നേരത്തെ എല്ലാം കൂടെ ഒരുമിച്ച് കുത്തിക്കയറ്റി എങ്ങനെ വരും? ഞാലിപ്പോൻ പിഴുത് എറിഞ്ഞാൻ. അച്ഛനെ കാണാൻ 10-23 കൊല്ലം. അയാളൊന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ? നിന്നെ കണ്ടപ്പോഴേ മനസ്സിലായി നീ നന്ദയില്ലാത്ത മോനെ. ആക്സിഡന്റ് സംഭവിച്ചപ്പോ നിങ്ങളുടെ കൂട്ടുകാരന് ബൈപോളർ ഫിറോസിസ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ഇമ്മീഡിയറ്റ് സർജറി ആവശ്യമാണ്. സർജറി രക്ഷപ്പെടുവോ? ഓഫ് കോഴ്സ്. ഇതിന് എത്ര രൂപയാവും? സർജറിക്ക് 2 ലക്ഷം രൂപയാണ് വരുന്നത്. 2 പറ്റത്തില്ല. ഒരു 1.30 തരും. പൊങ്ങട്ട് ആശാനെ 6 പാക്ക് വരുന്നുണ്ടോന്നൊരു സംശയം. ഒന്ന് നോക്കിയേ. 6 പാക്ക് ഇല്ലടാ, പ്രസവിച്ചതിന്റെ കുറെ പാട് കിടക്കുന്നു. ഇത്രയും മാസം വന്നിട്ട് നമുക്ക് എത്ര മസിൽ വരാത്തത്? അങ്ങനെയൊക്കെ കണ്ട തന്തിയിലൊരു മസില. അതൊക്കെ കുത്തിവെപ്പാടാ. നമ്മളെ പോലെ നാച്ചുറൽ ആയിട്ടുള്ളവർക്കൊന്നും മസിൽ വരൂല. എനിക്ക് വീട്ടിൽ ഇരുന്നാ പോരെ.
ആശാനെ വലിക്കാനാണെങ്കിൽ മിണ്ടരുത് ചേടാ. അതല്ല, ബാത്റൂമിൽ പോണോന്നൊരു തോന്നൽ. തോന്നല ആണല്ലേ? അയ്യോ, തോന്നലല്ല പോണ. ഇവിടെ പോട്ടാ. ഇവിടെ പോയാ കൊല്ലുമ്പോ നീ പോടാ. അതെ, ഇവിടെ പോയിട്ട് സൂമ്പ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് സൂമ്പായി. ഇങ്ങനെ വേണമെങ്കിൽ കുറെ സൂമ്പും. ഞാൻ 6 പാക്കിന് വന്നത്. പിന്നെ ഞങ്ങളൊക്കെ ഫീസ് ബാക്ക് ഇടാൻ വന്നു. പോടാ. നീ +2 കഴിഞ്ഞില്ലേ? ഇനി എന്തോ എന്റെ പ്ലാൻ? എനിക്ക് അർണോട്ട് ആവണം. അത് നീ ആരോ റൂട്ട് കഴിച്ചൊന്ന് വളരെടാ. അല്ലെങ്കിൽ പണ്ടച്ചൻ ബേക്കറി കൊണ്ടുവരുമ്പോ ഉണ്ണിയപ്പാവനും കുഴലപ്പോ എനിക്ക്. അതുകൊണ്ട് ഞാൻ കുഴല് പോലെ അച്ഛൻ കാണുന്നില്ലേ അവന്റെ ഒരു പ്രൊഫഷണലിസം? എനിക്ക് ആ ശരീരത്ത് കുറെ ഞരമ്പേ കാണാൻ പറ്റുന്നുള്ളൂ. എനക്കറിയാമോ, ഞാൻ ഡ്യൂക്ക് വാങ്ങിക്കാൻ വേണ്ടി 4 ദിവസം പട്ടിണി കിടന്നു വീട്ടില്. വണ്ടി വാങ്ങിക്കാൻ പിന്നെ അച്ഛനമ്മയെ വാങ്ങിച്ചേർന്ന്. പിന്നെ ഇപ്പൊ പെട്രോൾ അടിക്കാൻ പൈസ തരാത്തോണ്ട് അമ്മേനെ കഴുത്തി കിടന്ന മാലയും മേടിച്ചങ്ങ് പൊട്ടിച്ചു. ഇപ്പൊ അത് വിറ്റാണ് പെട്രോൾ അടിക്കുന്നത്. ഈ വണ്ടിയിലുള്ള സ്നേഹം കൊണ്ട് ഞാൻ എവിടെയെങ്കിലും എത്തിപ്പെടും. അമ്മയാണ് അന്നങ്ങനെ ഒരു 30 രൂപ ഇറക്കിയിരുന്നെങ്കിൽ എനിക്ക് ഇതൊന്നും കേൾക്കേണ്ടി വരൂലായിരുന്നു. അപ്പൊ വൈഷ്ണവിയുടെ കെട്ടുകഴിഞ്ഞു. അതല്ലേടാ നിന്റെ അടുത്തൊക്കെ പറയുന്ന ഒരു പ്രശ്നമുണ്ടെന്ന്. അല്ല ഇപ്പൊ മരുമോന്റെ അടുത്ത് പറഞ്ഞാൽ പുള്ളി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. പുള്ളി പോയ വിവരം പോലും ഇല്ലടാ. ഇറങ്ങിപ്പോടാ. നമ്മള് കൊറോണ ബാച്ച് ആയിരുന്നു. ആ രാത്രി എന്ന് പറയുമ്പോ ഇനി ഒരിക്കലും അങ്ങനെ ഒരു രാത്രി ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചു പോയൊരു രാത്രി. ആ രാത്രി പറയണം. എന്നെ പിടിച്ചു. മോനെ വളർത്തുമ്പോ മര്യാദക്ക് വളർത്തിക്കോണം. അതിനിത് മോളല്ലേ? എന്റെ മോളെ കാര്യമല്ല, തന്റെ മോന്റെ കാര്യം. പഴം വിഴുങ്ങി എന്തോടാ കേൾക്കുന്ന? സത്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല അച്ഛാ. താണ്ടെ പഴം പോലും തൊലിക്കറിയാതെ ചെറുക്കനെ പറ്റി വേണ്ടാനും പറയുന്നു. യവനല്ല എന്താ അച്ഛൻ? ഏതാ ഈ സ്ത്രീയും പുരുഷനും? നിനക്കറിയത്തില്ലടാ അവളെ. ചേട്ടന്റെ മോളെ നല്ല രസമുണ്ട്. പിന്നെ നീ വിളിക്കുന്ന പേരെന്തോ വരുന്നത്? ഒരു ലുട്ടാപ്പി. ഈ ലുട്ടാപ്പി ഇന്നലെ എന്റെ വീട്ടിന്റെ മതില് ചാടി. രാത്രി പുറത്തിറങ്ങി പെടുക്കാൻ മടി കാരണം കട്ടിലിൽ പെടുക്കുന്നവനാണ് അവൻ. ഇന്നലെ കൂടെ നിന്റെ എത്ര പേര് ഞാനാ കഴിയത്? അതെ. ഇവ പിന്നെ ഇടാത്തോണ്ട് കുഴപ്പമില്ല. ഇന്നലെ എന്തൊക്കെയാ പറഞ്ഞു ഗ്രീഷ്മ ഇറങ്ങി വരാന്ന് പറയുന്നല്ലയാ. എനിക്ക് എന്തിനാണോന്ന് അറിയാൻ വയ്യ. അതല്ലേ നമ്മൾ ഇന്നലെ രാത്രി സംസാരിച്ച. അവള് വരണം. അതിനുവേണ്ടി വാപ്പടന്ന് കാറ് വരെ ഞാൻ ഇറക്കിയിട്ടത്. കൊണ്ടുവന്നിട്ട് നിന്റെ കാറിൽ തന്നെ കയറ്റി ഇരുത്തിയാ മതിയാ. അതാ ഇവന്റെ വീട്ടിൽ കയറ്റിയിരുന്നോ? അല്ലേ, എന്റെ വീട്ടിൽ കുഴപ്പമില്ല. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് റൂമിൽ. ഒരേ കാണും. എന്ത് പറ്റി? പാർട്ടി ഫണ്ട് പിരിച്ചു വെച്ചിരുന്ന ബക്കറ്റ് എടുത്തോണ്ട് പോയിട്ട് അവൻ കുളിമുറിയിലെ ബക്കറ്റ് എടുത്ത് വെച്ചേക്കുന്നു. ഓ കള്ളൻ. ഇവനാറാ? മോനാ? ആരുടെ? എന്റെ വാപ്പാടെ. മൂത്താപ്പാടെ മോനെ ഉണ്ട്. ഞാൻ കണ്ണടച്ചുണ്ടാക്കിയവനോട് പറയണം മര്യാദക്ക് വീട്ടിൽ വന്നോളൂ. മോനെ ഇവന്റെ കൂടെ ഒന്നും നടന്ന് പിഴക്കല്ലേ നീ? ഇല്ല മാമ. തന്തയ്ക്ക് ഒരു മോനെ അറിയാം. ഇല്ലെങ്കിൽ പിടിച്ച് ഒരച്ചേനെ. വെൽക്കം ടു ഹിഡൻ ടാലന്റ് കിലാഡീസ്. ആരായിരിക്കും ഈ വർഷത്തെ കിലാഡികൾ? അപ്പൊ നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ഹരി മുരളി. അണ്ണാ പാടിയതല്ല, തൊണ്ട ശരിയാക്കിയതാ. അർപ്പിക്കല്ലേ? നാളെയാ ട്രൂത്തോർ ഡയറി കളിച്ചാലാ മതി. എനിക്ക് മനസ്സിലായില്ല. എന്നാലും ഓക്കെ കളിക്കാം. ആണാ? അന്നാ ഡയറി ഇന്നലെ മന്നീന്റെ കാശിങ് തിരിച്ചു. അതെ,
സ്ത്രീധനത്തിന്റെ കാര്യമില്ല ഞാൻ സംസാരിച്ചു. സ്ത്രീധനൊന്നും വേണ്ട. പിന്നെ പെണ്ണിന്റെ അച്ഛൻ പെണ്ണിന് എന്ത് കൊടുക്കും? അത് മതി എനിക്ക്. അന്തസ്സുള്ള ആരാ? വൈഷ്ണവിയുടെ അച്ഛൻ. അതെ, താങ്കളുടെ മോള് തന്നെയല്ലേ വൈഷ്ണവി? ആണ്. അതായത് വൈഷ്ണവിയുടെ അമ്മയുടെ ഭർത്താവ് തന്നെയല്ലേ താങ്കൾ? ആണടാ. അപ്പൊ 3 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കറക്റ്റ്. നമുക്ക് അത്തിരുന്ന് സംസാരിക്കാം. എനിക്ക് പിടി കിട്ടുന്നില്ല. എവിടെ കിട്ടാഞ്ഞ്? നിനക്കാണ് ചോദിക്കുന്നത്, ഭാര്യയുടെ കൂടെ തന്നെയാണോ താമസം? അല്ലടാ, അപ്പത്തെ വീട്ടിലെ ചന്ദ്രന്റെ ഭാര്യയുടെ കൂടെ. അവള് പേടിച്ചിരിക്കുക. അങ്ങോട്ട് കുടുങ്ങണാന്ന് പറയടി. അങ്ങോട്ട് ഇതൊന്നും അല്ലായിരുന്നല്ലോ നിന്റെ ബേളൊക്കെ ഇന്നലെ പാരാത്രിയൊന്നും. അതല്ല സംസാരിച്ച കാര്യം. പക്ഷെ അവളെ പോയേ. അയ്യോ, എങ്ങനെ? ഒരു വീഡിയോ കോൾ ആയിരുന്നു. ഞാൻ അവളോട് നേരം പറഞ്ഞു, നിന്റെ ശരീരം കണ്ടല്ലേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. എന്നിട്ട് അവക്ക് വേണ്ടി തന്നെ ഞാൻ പറഞ്ഞു, ഇത്രയും ചൂടല്ലേ, ആ ഷോൾ അങ്ങ് മാറ്റിയിട. അന്ന് പോയ പ്രൊഫൈൽ പിക്ചറാ. ഷാജി ബാബൻ, catch it, one, two. Oh man, guys, man. ടിഷ്യൂ വേണ്ടോ? ഞാൻ ടിഷ്യൂ കഴിക്കാറില്ല. ഞാനൊരു 7 അപ്പൊ ടോട്ടല് 25. മാമ 2 കടി ഒരു ചായ. ഞാൻ പോകുന്നു. ബൈ ബൈ.